സംഗതി കയ്യിൽ നിന്ന് പോയി പണിപാളി എന്ന് മനസ്സിലായപ്പോൾ അതൊരു അബദ്ധം പറ്റിയാന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നതൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞാണെന്നറിയാം. കുറച്ച് നാൾ മുമ്പ് ബിഗ് ബോസിൻ്റെ സമയത്ത് ജാസ്മിൻ ജാഫറിനെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് സദാചാര പരിപാടികളും പിന്നെ ഇതുപോലത്തെ തട്ടിപ്പ് കുറച്ച് വീഡിയോസൊക്കെയാണ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നതെന്നാണ് ചുരുക്കം. 2 വർഷം മുമ്പ് ബിഗ് ബോസ് വിന്നറായ ദിൽഷ പ്രസന്നൻ ഇതുപോലെ ഒരു ഇഷ്യൂവിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ക്യാഷ് റിലേറ്റഡ് ഒരു ഇഷ്യൂവിൽ പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഈ പുള്ളിയുടെ കൂട്ടത്തിലുള്ള ആൾ ഇതേ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രതികരിക്കാൻ മടി. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞ് ബ്യൂട്ടിഫുള്ളായിട്ട് തട്ടിപ്പെടുന്ന ഒരു കാലമാണല്ലോ. ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നടക്കുന്ന ധന്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്റ്റോറി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. മണി ഇരട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു. സംഗതി കയ്യിൽ നിന്ന് പോയി പണിപാളി എന്ന് മനസ്സിലായപ്പോൾ അതൊരു അബദ്ധം പറ്റിയാന്ന് പറഞ്ഞൊരു വീഡിയോ ആയിട്ട് വന്നതൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞാണെന്നറിയാം. എത്ര സിമ്പിളായിട്ടല്ല ആളുകളെ പറ്റിക്കുന്നത്. ഞാനീ പറഞ്ഞത് മണി ഡബ്ലിങ്ങിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും അറിയില്ലെന്ന് പറഞ്ഞൊരു അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു പറ്റിക്കുന്നതിന് കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതാണെന്നുള്ള രീതിയിലുള്ള വീഡിയോസാണ്. സോറി, അങ്ങനെയല്ല, അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ്. എന്ത് സാമൂഹ്യ പ്രതിബദ്ധത? ഒന്നുമില്ല. അങ്ങനെ അവർ പറയുന്നുമില്ല കേട്ടോ. ഈ പറയുന്ന ഭൂരിപക്ഷം യൂട്യൂബേഴ്സ് നാട്ടുകാർക്ക് നന്മ വരാൻ വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും ജീവിക്കുന്നവരൊന്നും അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിനെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്നുണ്ടെന്ന് അഭിനയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധത. ഇപ്പം ഈ ഒരു കാര്യം തന്നെ ഒരുപാട് പേരെടുത്ത് ചർച്ച ചെയ്യുമായിരിക്കും. അതൊരു പബ്ലിസിറ്റിയാണ് കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും അവരെടുക്കുക. കാരണം അവരിതൊക്കെ യൂസ്ഡ് ആയിട്ടുണ്ട്. അവർ ചെയ്ത വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിലാവും. കുറച്ച് നാൾ മുമ്പ് ബിഗ് ബോസിൻ്റെ സമയത്ത് ജാസ്മിൻ ജാഫറിനെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ആ ലെവലിലുള്ള കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് വീണ്ടും നാണമില്ലാതെ വീണ്ടും കുറേ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ജാസ്മിനെ നേരെയാക്കിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചെങ്കിൽ തെറ്റി. അങ്ങനെ അവർ പറയുന്നുമില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ കണ്ട് ബാക്കിയുള്ള ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ഒരാളെ നേരെയാക്കാൻ ശ്രമിക്കുന്നതായിട്ടും അയാളെ നേരെയാക്കി സമൂഹത്തിന് എന്തോ വലിയ മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ തോന്നുമായിരിക്കും. ഒന്നുമില്ല. ഈ പറയുന്ന ടീം ആദ്യമേ എന്തോ കുറേ നാൾ മുമ്പൊക്കെ കുറച്ച് കലിപ്പ് വീഡിയോസ് എന്തൊക്കെയോ ആൾക്കാരെയൊക്കെ ചീത്ത വിളിക്കുന്ന കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് എന്തോ വൈറൽ പരിപാടിയിലേക്കൊക്കെ എത്തി ഒരിതിലേക്ക് വന്നത്. ഇപ്പോൾ പക്ഷേ ചെയ്യുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോ ആണെന്ന് തോന്നിപ്പിക്കുന്ന വീഡിയോസാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരെയും നേർവഴിക്ക് നടത്താനുള്ള വീഡിയോസാണ് അവരുടെ ചാനലിൽ നിന്ന് കാണുന്നത്. ഇപ്പോൾ ഒലിവിയ ഡിസൈൻസിൻ്റെ തട്ടിപ്പിനെ പറ്റിയൊക്കെ അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒലിവിയ ഡിസൈൻസിൻ്റെ തട്ടിപ്പ് പുറത്തറിയിക്കാനും അവർക്ക് വേണ്ടി പോരാടാനും ഒക്കെ നടക്കുന്ന ആളായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഒലിവിയ ഡിസൈൻസിൻ്റെ കാര്യത്തിൽ അവിടെ നടന്ന ഒരു ലേബർ ഇഷ്യൂ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് നേരിട്ട് ബുദ്ധിമുട്ടായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പണവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. അവിടുത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ അക്കൗണ്ട് അനുസരിച്ചിട്ട് 1-2 മില്യൺ ആളുകളെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്ത് പറ്റിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗവൺമെൻറ് സർട്ടിഫൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നത് ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് കമ്പനിയാണെന്നുള്ള രീതിയിലാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ്, ഗവൺമെൻറ് അംഗീകൃതം എന്നൊക്കെ പറഞ്ഞ പോലെ ഗവൺമെൻറ് തൃപ്തികരം, ഇങ്ങനെയൊക്കെ എഴുതി വിടാൻ തയ്യാറാവുമ്പോൾ അതൊരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ പോലും അവർക്ക് മനസ്സിലാവില്ലേ ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരു തൃപ്തിക്കുറവില്ലേ, അതിനകത്ത് തന്നെ ഒരു കള്ളത്തരമില്ലേ. എന്നിട്ടും അതിനിറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലായില്ല, ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയുമ്പോഴത്തേക്കോ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാം. പിന്നെ ഇതൊന്നും നോക്കാതെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്ലുവൻസറാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. സ്വയം കൽപ്പിക്കുന്ന പട്ടമായിരിക്കുമല്ലോ ഇൻഫ്ലുവൻസർ. അങ്ങനെ നോക്കിയാലെങ്കിലും കുറച്ച് ഉളുപ്പ് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലും കോമഡി ഇങ്ങേരുടെ ചങ്ങാതിയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനമൊക്കെ ഇട്ടിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ കാര്യം ആയതുകൊണ്ട് ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. പിന്നെ പുള്ളിയോട് ചോദിക്കാതെയാണ് ചെയ്തത് അത്രയും. ഈ പറഞ്ഞ ഫ്രണ്ട് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നറിയാം. അപ്പോൾ ആ ഫ്രണ്ടിനോട് ചോദിക്കാതെയാണ് ഇതുപോലത്തെ വീഡിയോ ചെയ്തത്. അറിഞ്ഞിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഈ ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ ടീമിന് സ്വന്തമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ധാരണയില്ല. അതായത് ഈ ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന ആൾ ഇതൊന്നും വലിയ ധാരണയില്ലാതെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ്. കൂട്ടുകാരൻ പറഞ്ഞനുസരിച്ചിട്ട് ഈ ഹെൽനോസ് പാട്ട എന്ന് പറയുന്ന ടീമിന് വലിയ ധാരണയൊന്നുമില്ല ഇതിനെപ്പറ്റി. ഇതൊക്കെ ഫോളോ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഭയങ്കര റിസ്ക് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് സദാചാര പരിപാടികളും പിന്നെ ഇതുപോലത്തെ തട്ടിപ്പ് കുറച്ച് വീഡിയോസൊക്കെയാണ് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നതെന്നാണ് ചുരുക്കം. ഈ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആൾ എല്ലാ കാര്യങ്ങളെയും പറ്റി ഒരുപാട് ഇരുന്ന് പഠിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്.
നമ്മുടെ ചാനലിൽ ഒരു ടോപ്പിക് ചെയ്ത് നൂറ ആദിലയുടെ മറ്റേ ടൂർ പാക്കേജ് തട്ടിപ്പിനെ പറ്റി. ഈ ഹെൽനോസ് പാർട്ടിയുടെ ഫ്രണ്ട് നൂറ ആദിലിനെ വിളിച്ചിരുത്തി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് അബദ്ധം പറ്റിയതാണ്, അവരൊരു തട്ടിപ്പിൽ പെട്ടുപോയി, അവർ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ആൾക്കാർക്ക് പോലും ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ അറിവിൻ്റെ നിറകുടമായ ആ ഒരു ഫ്രണ്ട് ഇരുന്ന് വീഡിയോസൊക്കെ ചെയ്താണല്ലോ തട്ടിപ്പിനെ പറ്റി. അതുമാത്രമല്ല, ഒരുപാട് ഇതുപോലത്തെ സ്കാംസ് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പോലും ഈ പണം ഇരട്ടിപ്പ് എന്ന് പറഞ്ഞ് തട്ടിപ്പാണെന്നുള്ളത് ഈ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായില്ലേ? പണമിരട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലീഗൽ പരിപാടിയാണെന്നും അതിൻ്റെ പേരിൽ നടക്കുന്നതൊക്കെ പക്കാ ഫ്രോഡ് പരിപാടികളാണെന്നുള്ളത് ഇനി എവിടുന്ന് മനസ്സിലാക്കി കൊടുക്കും? കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം പണമിരട്ടിപ്പ് എന്നുള്ള പരിപാടി റോങ് ആണെന്നുള്ളത്. എന്നിട്ടും അത് ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഇൻഫ്ലുവൻസറുടെ തൊലിക്കെട്ടി സമ്മതിക്കണം. ഈ ഫ്രണ്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. 2 വർഷം മുമ്പ് ബിഗ് ബോസ് വിന്നറായ ദിൽഷ പ്രസന്നൻ ഇതുപോലെ ഒരു ഇഷ്യൂവിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ക്യാഷ് റിലേറ്റഡ് ഒരു ഇഷ്യൂവിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ദിൽഷ അങ്ങനെ ഒരു കാര്യത്തിൽ പെട്ടപ്പോൾ ഈ കൂട്ടുകാരൻ ചങ്ങാതിയൊക്കെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പം ഇതും അതേ കാറ്റഗറിയിലുള്ള ഒരു തട്ടിപ്പാണ്. അന്ന് ദിൽഷ ഇതുപോലെ മാപ്പ് പറഞ്ഞൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ദിൽഷാൻ ഇവരാരും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. നാട്ടുകാർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഘോരഘോരമായിട്ട് സംസാരിക്കുകയും വീഡിയോ ചെയ്യുകയൊക്കെ ഇവിടെ പലരും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഈ പുള്ളിയുടെ കൂട്ടത്തിലുള്ള ആൾ ഇതേ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രതികരിക്കാൻ മടി. അന്ന് ദിൽഷയ്ക്ക് വന്നപ്പോൾ അത് മഹാ അപരാധമായിരുന്നു. ഇന്നിപ്പോൾ ഫ്രണ്ടിന് വന്നപ്പോൾ ഒരബദ്ധം പറ്റി, അത്രേ ഉള്ളൂ. ഇതാണോ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും അതുപോലെ തന്നെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് കണ്ടൻ്റാക്കി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ നിലപാട്? ഇത് ഡബിൾ സ്റ്റാൻഡാണോ, മൾട്ടി സ്റ്റാൻഡാണോ, അതോ നിലപാടില്ലാത്തതാണോ? ഇതുപോലത്തെ കണ്ടൻറ്റുകളുള്ള സ്റ്റോറീസും വീഡിയോസും ഒക്കെ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇടുന്നതാണ്. ഇവരെല്ലാം ഈ സ്റ്റോറീസ് ഇടുന്നതും വീഡിയോസ് ഇടുന്നതും ഒക്കെ നല്ല ബോധപൂർവം തന്നെയാണ്. എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഇഷ്യൂ ആയെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞുകൊണ്ട്, ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടും. കുറച്ച് ദിവസം നമ്മളിതൊക്കെ സംസാരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് വിട്ട് കളയുമെന്ന് ഇവർക്ക് നല്ല ഉറപ്പാണ്. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നത്, ഇതുപോലത്തെ കണ്ടൻറ്റുകളായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. എനിവേ ഇവരെ സൂക്ഷിക്കുക. ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. ഇതുപോലുള്ള ഓരോ വീഡിയോസായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് തന്നെയാണ്. ഇതുപോലുള്ള ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോഴും ഇവരെയൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അടിവരായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒപ്പം നമ്മൾ ഇവരുടെ തട്ടിപ്പിൽ പോയി ചാടാതെ ശ്രദ്ധിക്കുക. സാമ്പത്തികം തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിലോ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അതിൻ്റെ എക്സ്പേർട്സിനെ സമീപിക്കുക. അല്ലാതെ യാതൊരു അറിവുമില്ലാതെ പണമിരട്ടിപ്പിനെ പറ്റി സ്റ്റോറി ഇട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിയുമ്പോഴത്തേക്ക് സോറി പറഞ്ഞ് കൈയൊഴിഞ്ഞു പോകുന്നവരുടെ വാക്ക് കേട്ട് നിങ്ങൾ പോയി തട്ടിപ്പിൽ ചാടരുത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ എക്സ്പേർട്സിനെ സമീപിക്കണം. അങ്ങനെയാണെങ്കിൽ ലാഭം കുറച്ച് കുറവാണെങ്കിൽ സർക്കാർ അംഗീകരിച്ച രീതിയിലുള്ള നേരായ മാർഗ്ഗത്തിലൂടെ സേഫായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളതാണ് ഫോളോ ചെയ്യേണ്ടത്. എനിവേ തട്ടിപ്പുകളുടെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളതിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതായാലും മറ്റൊരു വീഡിയോ ഞാൻ പിന്നീട് കാണാം. താങ്ക്